ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അങ്ങനെ നമ്മൾ വണ്ടിയും കൊണ്ട് നമ്മുടെ പഴയ സ്ഥലത്ത് തന്നെ ആ വണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങളും പിന്നെ എൻ്റെ കുറച്ച് പുതുതായിട്ട് പറ്റിയ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ഈ വണ്ടിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു ഷോർട്സ് ഇട്ടായിരുന്നു എൻ്റെ വണ്ടിയും ഞാനും ആക്സിഡൻ്റ് ആയിട്ട് എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോസിൽ കണ്ടിട്ട് തന്നെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ പറ്റിയത്, എങ്ങനെയുണ്ട് ഇപ്പോൾ, വണ്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, അങ്ങനെ അതൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡീറ്റെയിൽഡ് കാര്യങ്ങളും വണ്ടിക്കുള്ള കാര്യങ്ങളും വണ്ടിയുടെ പുതിയ അപ്ഡേറ്റും പിന്നെ വണ്ടിയുടെ ഇപ്പോഴത്തെ കിലോമീറ്റർ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. കറക്റ്റ് ഒരാഴ്ച മുമ്പാണ് ഞാൻ ഈ വണ്ടിയിൽ നിന്ന് വീണ് ആക്സിഡൻ്റ് ഉണ്ടായത്. ആക്സിഡൻ്റ് എന്ന് പറയാൻ, ഞാൻ ഈ വണ്ടിയിൽ നോർമൽ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നോർമൽ മോഡിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേന് രാത്രിയിലായിരുന്നു സംഭവം. നല്ല ഇരുട്ടായിരുന്നു. അപ്പോഴത്തേന് ഒരു വളവിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേന് വണ്ടി സ്കിഡായി. അത് ആ വളവിൽ മഴ പെയ്തിട്ട് ചരലെല്ലാം അവിടെ വന്നിറങ്ങിയിട്ട് നല്ല രീതിയിൽ അവിടെ മണൽ കിടപ്പുണ്ടായിരുന്നു, മണലും ചരളൊക്കെ ആയിട്ട്. അപ്പോഴും വണ്ടിയിൽ പോയപ്പോഴത്തേനും ആ വളവിലെത്തിയപ്പോഴത്തേനും വേറെ ഒരു കാര്യമില്ലായിരുന്നു. എന്തോ നിർഭാഗ്യവശാൽ വണ്ടിയും ഞാനും ആ റോഡിലോട്ട് വലത്തേ സൈഡിലേക്ക് ചരിഞ്ഞ് വീഴാണ് ഉണ്ടായത്. ആ വീഴ്ചയിൽ കാണിച്ചു തരാം. ആ വീഴ്ചയിൽ പറ്റിയിട്ടുള്ള പാടുകളാണ് നിങ്ങളീ കാണുന്നത്. ഇതൊക്കെ റോഡിൽ ഒരഞ്ഞ് പോയായിരുന്നു. കാരണം ഈ സൈഡിലോട്ട് ഇങ്ങനെയാണ് വണ്ടി മറഞ്ഞത്, ഇങ്ങനെയാണ് വണ്ടി വീണത്. ആ വീഴ്ചയിലാണ് റോഡിൽ ഒരഞ്ഞിട്ട് ഇവിടെ ഇത്രയും സ്ക്രാച്ചസ്, അട്ടറിയിരിക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ട് സ്ക്രാച്ചസ്. പിന്നെ ഉള്ളത് ഇവിടെ സ്ക്രാച്ച്. ഫൈബർ ആയതുകൊണ്ട് ഇവിടെ വീണപ്പോൾ തന്നെ ഞാൻ ആദ്യം എൻ്റെ കാല് പോലും നോക്കാതെ ഞാൻ ആദ്യം നോക്കിയത് വണ്ടി തന്നെയാണ്, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോന്ന്. അപ്പോൾ വണ്ടിയിൽ അപ്പോഴും കണ്ട അവസ്ഥ ഇതൊക്കെയായിരുന്നു. ഇവിടെയും സ്ക്രാച്ചസ്, ഇതിങ്ങനെ മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴത്തേന് ഇവിടെ സ്ക്രാച്ച്, ഇവിടെ സ്ക്രാച്ച്. പിന്നെ വരുമ്പോഴത്തേന് ഇത്രയേ ഉള്ളൂ. വണ്ടിയുടെ ഫ്രണ്ടിലോട്ടോ ഈ സൈഡിലോ എങ്ങും സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊരു ഫുള്ളി ഫൈബറായിട്ടുള്ള വണ്ടി ആയപ്പോൾ തന്നെ ഞാൻ ആ വീഴ്ചയിൽ പേടിച്ചു വരുന്നു, എന്തായാലും ഇത് പൊട്ടി തകിടന്ന് പോകും. കാരണം വണ്ടി വീണിട്ട് ഉടനെ നിരങ്ങിയായിരുന്നു കുറച്ച് ദൂരത്തേക്ക് ആ ചരലിൽ കൂടെ. ഇപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വണ്ടി എന്തായാലും പൊട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന്. ആക്സിഡൻ്റ് എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേന് വണ്ടി അവിടെ നിന്ന് ഞാൻ എടുത്തായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് വണ്ടി അവിടെ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ തിരിച്ച് പിറ്റേന്നെടുത്ത് നോക്കുമ്പോഴത്തേന് വണ്ടി പൊട്ടലൊന്നുമില്ല. എന്തോ ഭാഗ്യം എന്താണോ പറയാനായിട്ട്. ഫൈബറായിട്ട് ഓടി അത്രയും ക്വാളിറ്റി എന്തായാലും ഈ വണ്ടിയിലുണ്ട്. അങ്ങനെ ചെറിയ വീഴ്ചകളൊന്നും വണ്ടിയുടെ ക്രാഷ് കാർഡില്ലാഞ്ഞിട്ട് പോലും ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. ഇനി അതിന് എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്തോ അതും അറിയാൻ വയ്യ. പിന്നെ കേസ് വണ്ടിയുടെ സ്ക്രാച്ചസും ക്വാളിറ്റിയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. പിന്നെ എനിക്ക് പുതുതായിട്ട് ഈ വണ്ടിയിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, വണ്ടി ഞാൻ ഓടിയിട്ട് ഇപ്പോൾ 1071 കിലോമീറ്റർ ആയിട്ടുണ്ട്. കാണാൻ നോക്കുന്നു, കറക്റ്റ് വണ്ടി ഓടിയതായി ഇപ്പോൾ 1071 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഈ 1071 കിലോമീറ്റർ ഓടിച്ച് ലാഭിച്ച എൻ്റെ പൈസ ഫുള്ള് ഞാൻ എന്തായാലും നമ്മുടെ അസിസിയ മെഡിക്കൽ കോളേജിൽ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും ആ ലാഭം കൂടെ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. ആ ലാഭിച്ച പൈസ ഫുള്ള് ഞാൻ, അതിൽ കൂടുതൽ പൈസ ഞാൻ നമ്മുടെ അസിസിയ മെഡിക്കൽ കോളേജിന് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറ്റിയിട്ടുള്ള സ്ക്രാച്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അതുകൂടെ വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. എനിക്ക് കിട്ടിയ കപ്പുകളാണ് ഞങ്ങൾ ഈ കാണുന്നത്. കാലിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കാലിൽ ഒരു 3 സ്റ്റിച്ചുകളുണ്ട്. വേറെ കാര്യമായിട്ട് പറ്റിക്കൊള്ളൊന്നും ദൈവഭാഗം കൊണ്ട് പറ്റിയില്ല. ഓക്കെ, ഞാൻ ഈ വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. വണ്ടി ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടുന്ന റേഞ്ച്. അതായത് അപ്ഡേറ്റിന് മുമ്പ് ഈ വണ്ടിയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന റേഞ്ച് എന്ന് പറയുന്നത് നോർമൽ മോഡിൽ 121 കിലോമീറ്റർ, പിന്നെ നമ്മളുടെ എക്കോ മോഡിൽ 162 കിലോമീറ്റർ, സ്പോർട്സ് മോഡിൽ 111 കിലോമീറ്റർ. ഇതായിരുന്നു അപ്ഡേറ്റിന് മുമ്പ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ വണ്ടി തന്നുകൊണ്ടിരുന്ന മൈലേജ്. പക്ഷേ അതിന് ശേഷം ഇപ്പോൾ അപ്ഡേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ആപ്പിൽ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കുമായിരുന്നു. നമ്മളുടെ ആ ബ്രേക്ക് വൈവറും റീജനറേഷനും എല്ലാം ഞാനിപ്പോൾ ഹൈയിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വണ്ടിയിൽ കാണിച്ചേക്കുന്ന റേഞ്ചിനും മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ റേഞ്ച് ഒന്ന് കാണിച്ചു തരാം.
ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ കേസ് എനിക്ക് ഇഷ്യൂ. ഇനി ഇത് യൂസ് ചെയ്യുന്ന വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കോണേ എന്ന്. ഇതേപോലെ സ്റ്റാൻഡ് എടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഉടനെ തന്നെ ഇതേപോലൊരു എറർ മെസ്സേജ് എനിക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എനിക്ക് മാത്രമേ ഉള്ളൂ എന്തോ, ഇപ്പോൾ വരുന്നില്ല. ഫസ്റ്റ് ടൈം ഇതേപോലെ സ്റ്റാൻഡ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് എപ്പോഴും ഇതേപോലൊരു എറർ മെസ്സേജ് എനിക്ക് പോപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ നമ്മളുടെ റേഞ്ചിൻ്റെ കാര്യങ്ങളിലേക്ക് കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി നോർമൽ മോഡിലാണ് കിടക്കുന്നത്. നോർമൽ മോഡിൽ എനിക്ക് കിട്ടുന്ന റേഞ്ച് 146 അത് നേരത്തെ 121. ഈ ആപ്പിൽ അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടുന്ന റേഞ്ച് 146. അതായത് ഏകദേശം 26 കിലോമീറ്റർ മാറ്റം വന്നിട്ടുണ്ട്. അത്രയെങ്കിലും മാറിയല്ലോ എന്ന് ഞാൻ അത്രയെങ്കിലും സന്തോഷം. 241 പ്രതീക്ഷ പോയാൽ എനിക്ക് ഇത്രയെങ്കിലും മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി വന്നിട്ട് മോഡ് ഞാനൊന്ന് ചേഞ്ച് ചെയ്തുകൂടെ കാണിച്ചു തരാം. സ്പോർട്സ് എന്ന മോഡിൽ 111 അത് 127 മാറി 100% ചാർജിൽ. എക്കോ എന്ന് പറഞ്ഞ മോഡിൽ 161 തോന്നുന്നു. ആ 161 മാറിയിട്ട് ഇപ്പം 185. അതായത് ഏറ്റവും ടോപ്പ് റേഞ്ച് ഈ വണ്ടിയിൽ ഇപ്പോൾ കാണിക്കുന്നത് 185 കിലോമീറ്ററാണ്. ഈ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു 250cc ഡിസ്ക് ബ്രേക്കുള്ള ഒരു ബൈക്കായിരുന്നു. അപ്പോൾ ആ ബൈക്കിന് ഞാൻ നേരെ പിന്നെ തൊട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഓല ജെൻ 3 ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ആ 250cc പെട്രോൾ ബൈക്കിൽ നിന്ന് നേരെ ഒരു ഇലക്ട്രിക് ബൈക്കിലോട്ട് വന്നപ്പോഴത്തേന് ആ ഈ വണ്ടിയുടെ ബ്രേക്കിങ്ങിലോട്ട് ഞാൻ ഇതുവരെ അങ്ങോട്ട് ഫുള്ളി അറ്റാച്ച്ഡ് ആയിട്ടില്ല. മിക്കവാറും അതായിരിക്കും ഈ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള മെയിൻ റീസൺ എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വണ്ടിയിൽ എന്തായാലും ഡിസ്ക് ബ്രേക്ക് അല്ല വരുന്നത്. നേരത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു 250cc പെട്രോൾ ബൈക്കിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കണം മിക്കവാറും ആ സമയത്ത് ബ്രേക്ക് പിടിച്ചപ്പോഴത്തേനും വണ്ടി സ്കിഡായി പോകാനുള്ള കാരണമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം എൻ്റെയും വണ്ടിയുടെയും ഇപ്പോഴത്തെ നിലവിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേസ്. ഞാൻ നിങ്ങളോടൊന്ന് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇനിയുള്ള പുതുതായിട്ടുള്ള വീഡിയോസൊക്കെ വരാനായിട്ട് കുറച്ച് താമസം വരും. കാരണം ഈ ഞൊണ്ടി നടക്കുന്ന കാലൊന്ന് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഇനി പുതിയതായിട്ടുള്ള വീഡിയോസൊക്കെ എനിക്ക് എങ്ങോട്ടേലും പോയിട്ട് എടുക്കാനായിട്ട് പറ്റൂ. അപ്പോൾ അതുവരേക്കും ബൈ ഗൈസ്, ടാറ്റാ.